പ്രഭാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം പുരാണമദം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമഖിലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരകരോ വിദ്യാവിമുച്യൈ നരഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജമുഖേ. പീതാംബരം കരവിരാജനം കരക്രമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം സുന്ദരം ദാസം രാധായേശം പ്രതിഭാവയാമി. ശ്രീവാസുദേവമനിഷം പ്രതിഭാവയാമി. കമളം ഹൃദയം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദം പുരതോ ജ്ഞാനവിജ്ഞാനസാരം നിഗമഗതപദുഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദിതശ്ചാപായ കൃത്യവർഗാൻ പുരുഷർഷഭമാദ്യം കൃഷ്ണവജ്ഞം നതോസ്മി. പുരുഷർഷഭമാദ്യം കൃഷ്ണസജ്ഞം നതോസ്മി. ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലെ ജ്ഞാനയോഗത്തെ ഭഗവാൻ അർജുനനെ ഉദ്ദേശിച്ചത് നമ്മൾ കാണേണ്ടായി. അതിൽ ഏകമായ അദ്വൈതമായ ആത്മസ്വരൂപം മാത്രമാണുള്ളത്. അങ്ങനെ തന്നെ വേണം ഈ ലോകത്തെ കാണാൻ എന്ന് ഭഗവാൻ ബുദ്ധവർക്ക് ഉപദേശിച്ചു. അതിനെ പലതരത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് സ്വർണം എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങൾ, മണ്ണെങ്ങനെയാണോ മൺപാത്രങ്ങൾ, അതുപോലെ അറിയണം. അതിനെ പലതായി കാണുമ്പോൾ അനർത്ഥമാണോ ഉണ്ടാകുന്നത്, അസത്വം അനർത്ഥവും ഒക്കെ നമ്മളെ ശരിക്കും കഷ്ടപ്പെടുത്തും. മിഥ്യയായിരിക്കുക, ഇല്ലാതെയാണ് ഉണ്ടെന്ന് ഉള്ളതുപോലെ തോന്നുന്നത്, അതൊക്കെ നമുക്ക് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് ആ പരമാത്മതത്വത്തെ ബുദ്ധവർക്ക് പറഞ്ഞു. എന്നിട്ട് അതിനെ വേണ്ട വിധത്തിൽ സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള യോഗചര്യകളെയും സൂചിപ്പിക്കട്ടെ. ഇതൊക്കെ കേട്ട ബുദ്ധവരെ ഭഗവാൻ പറഞ്ഞു, ഈ ജ്ഞാനയോഗത്തെ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് കുറച്ച് എളുപ്പമായ മാർഗത്തെ പറഞ്ഞു തരണം അങ്ങയെ അറിയാനായിട്ട്. അങ്ങയിൽ ഭക്തിയുള്ള വിവേകികളായിട്ടുള്ള ആൾക്കാരെ അങ്ങയുടെ ആ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൽ തന്നെ മുഴുകിയിരിക്കുക. അറിവില്ലാത്ത ആളുകളാണ് മനസ്സിൽപ്പെട്ട് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങ് ഭക്തന്മാരിലെ ദാസന്മാരിലെ കരുണയുള്ളതായിട്ടുള്ള അങ്ങ് വേണ്ട വിധത്തിൽ അങ്ങയെ കുറിച്ച് പറഞ്ഞു തരാം. അങ്ങയെ ആശ്രയിക്കാനുള്ള മാർഗത്തെ കുറിച്ച് പറഞ്ഞു തരണം. ഇങ്ങനെ ഉദ്ധവൻ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ ആ ഉദ്ധവനെ പ്രശംസിച്ചുകൊണ്ട് അതിന് ഉദ്ധവനോടുള്ള വലിയ പ്രേമത്തെ വെച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, ആരാണ് എൻ്റെ ധർമ്മങ്ങളെ ആശ്രയിക്കുന്നത് അയാൾക്ക് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായ ഈ സംസാരത്തെ, വേറൊന്നുകൊണ്ട് കടക്കാൻ പറ്റാത്തതായ ഈ സംസാരത്തെ മറികടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക. മനസ്സും വാക്കും തുടങ്ങി സകലം ഭഗവാനായിട്ട് എനിക്ക് സമർപ്പിക്കണം.
എൻ്റെ ധർമ്മങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക്, അത് ചെയ്യുന്ന ആൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഉള്ളിൽ ആനന്ദത്തെ അറിയാൻ സാധിക്കും. ഭഗവാന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ടും ഭഗവാനെ മുഴുകിക്കൊണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളെയും ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭക്തന്മാരായുള്ള ആളുകൾ വസിക്കുന്ന പുണ്യസ്ഥലങ്ങൾ അവിടെ വസിക്കണം. അതാണ് അവസാനം നമ്മൾ പറഞ്ഞത്. ദേശാൻ പുണ്യാൻ ആശ്രയേത മദ്ഭക്തൈ സാധുവിശ്വര ദേവാസുര മനുഷ്യേഷു മദ്ഭക്ത ആചരിതാനി. എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ, സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരെ ആശ്രയിക്കപ്പെട്ടതായിട്ടുള്ള പുണ്യങ്ങളായ ദേശങ്ങളെയും എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ ഉള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവിടെ പോയിട്ട് താമസിക്കും. ഇനിയോ ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, അതിലൊക്കെ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഏതൊക്കെ ധർമ്മങ്ങളെയാണോ ആചരിച്ചത് അതിനെയും സ്വീകരിക്കും. ഇനി അതിനെയൊക്കെ ആശ്രയിക്കും. എൻ്റെ ഭക്തന്മാരുള്ള സ്ഥലത്ത് പോയിരിക്കണം. അവിടെ വസിച്ചാൽ എൻ്റെ ഭക്തന്മാരുടെ നിരന്തരമായ സംഘം ഉണ്ടാവും. പിന്നെ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ആചരിച്ചതായ കാര്യങ്ങളെ ആചരിക്കണം. അതിൽ ദേവന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, മനുഷ്യന്മാരുണ്ട്, അസുരന്മാരുണ്ട്, ഒക്കെയുണ്ട്. അതിനെ നമ്മുടെ ശീലമാക്കി മാറ്റണം. അതാണ് ഇതിലേക്ക് എത്താനുള്ള വളരെ എളുപ്പമായുള്ള കാര്യം. അങ്ങനെ വേണം കർമ്മങ്ങളെയൊക്കെ ചെയ്യാൻ. ഇന്നലെ 29-ാമത്തേത് 10 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇനി 11-ാമത്തെ ശ്ലോകം. പൃഥക് സത്രേണ വാ മഹ്യം പർവയാത്രാമഹോത്സവം ഗീതനൃത്യാദി മഹാരാജ വിഭൂതിഃ. പൃഥക് സത്രേണ വാ മഹ്യം പർവയാത്രാമഹോത്സവം കാരയേത് ഗീതനൃത്യാദി മഹാരാജ വിഭൂതിഃ. പൃഥക് സത്രേണ വാ മഹ്യം പർവയാത്രാമഹോത്സവം കാരയേത് ഗീതനൃത്യാദി മഹാരാജ വിഭൂതിഃ. പൃഥക് വേറെ വേറെ പ്രത്യേകമായിട്ട്, സത്രേണവ കൂട്ടമായിട്ട് ഒരുമിച്ചോ, ഗീതനൃത്യാദി, ഗീതം എന്ന് പറഞ്ഞാൽ പാട്ട്, നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തം തുടങ്ങിയവ, പാട്ട്, കളി തുടങ്ങിയവയുള്ള കാര്യങ്ങളുണ്ട്. മഹാരാജ വിഭൂതി, മഹാരാജാക്കന്മാരുടെ അവരുടെ വിഭൂതികൾ, അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവയെ കൊണ്ട് എന്ത് ചെയ്യാം? പർവയാത്ര മഹോത്സവ. പർവയാത്ര എന്ന് പറഞ്ഞാൽ എഴുന്നള്ളത്ത്, രാജാക്കന്മാരൊക്കെ എഴുന്നള്ളില്ല, അതുപോലെയുള്ള എഴുന്നള്ളത്ത്. മഹോത്സവം, വലിയ ഉത്സവങ്ങൾ മുതലാക്കി മഹ്യം എനിക്കായി കാര്യം ചെയ്യുക. ഭഗവാൻ പറയുകയാണ്, നേരത്തെ പറഞ്ഞു വെച്ചു, എൻ്റെ ഭക്തന്മാരുടെ സ്ഥലത്ത് വസിക്കും. അപ്പൊ അവര് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ദേവന്മാരായിക്കോട്ടെ, അസുരന്മാരായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, അവരുടെ സ്ഥലങ്ങളിൽ വേണം വസിക്കാനായിട്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആചരിക്കണം. ഇനി എന്ത് ആചരിക്കണം? ഒറ്റയ്ക്ക് ചെയ്യാം, വേറെ ആളെന്നാണ് ഒറ്റയ്ക്ക് ചെയ്യാം. ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണെങ്കിലോ കൂട്ടമായിട്ട് ചെയ്യാം. സത്രേണമാണ്. എന്തൊക്കെ ചെയ്യാം? ഭജന കീർത്തനങ്ങളായുള്ള കാര്യങ്ങൾ, നൃത്ത നാട്യങ്ങളായുള്ള കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ, ഏതുപോലെ? മഹാരാജാക്കന്മാർക്ക്, രാജാക്കന്മാരെ എങ്ങനെ ആനന്ദിപ്പിക്കാനായിട്ട് നൃത്തവും ഗീതവും വാദ്യവും മേളവും ഘോഷവും ഒക്കെ ഉണ്ടാകുന്നു, അതുപോലെ അത് ലോകത്ത് പരിചയമുള്ളതാണ്. അതുപോലെ അലങ്കാരങ്ങളും തോരണങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ്. അതിൽ പ്രത്യേകം എടുത്തു വരണം പർവയാത്ര മഹോത്സവം. പർവയാത്ര എഴുന്നള്ളത്ത്, എഴുന്നള്ളിപ്പ്, പിന്നെ ഉത്സവം. ഇത് മഹ്യം എനിക്കായിക്കൊണ്ട് കാരയേത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും. ഈ പൂജാ സമ്പ്രദായത്തില് ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉത്സവങ്ങളുടെയൊക്കെ ഭാഗം. ഭഗവാൻ തന്നെ അവിടെ പറഞ്ഞിട്ടാണ്, നമ്മൾ
പൂജാ സമ്പ്രദായം അനുസരിച്ചിട്ട് ഷോഡശ ഉപചാര പൂജ എന്ന് പറയും. ഷോഡശ ഉപചാര പൂജയിൽ അത് ചെറിയ തോതിലുണ്ട്, വലിയ തോതിലുണ്ട്, വളരെ ബൃഹത്തായതുണ്ട്. അതിന് ഒരു ഭാഗമാണ് പൂജയുടെ, ഉത്തര പൂജയുടെ ഒരു ഭാഗമാണ് ഗജമാരോഹയാമി, അശ്വമാരോഹയാമി, നൃത്തഗീതവാദ്യ ആന്തോളിക ദർപ്പണ ഛത്രചാമര വ്യജന തുടങ്ങിയതായിട്ടുള്ള കൊണ്ട് രാജോപചാരങ്ങൾ സമർപ്പിക്കുക. പൂജയുടെ ഭാഗമായിട്ട് ഒരു ഭാഗമാണിത് ആനപ്പുറത്ത് കയറ്റുക, ആനപ്പുറത്ത് കയറ്റി ചെയ്തെടുക്കുക, കുതിരപ്പുറത്ത് കയറ്റി ചെയ്തെടുക്കുക. പിന്നെ നൃത്തം, ഗീതം, വാദ്യം, ഘോഷം, ഛത്രം, ചാമരം, വ്യജനം, ദർപ്പണം തുടങ്ങിയ ഇതൊക്കെ നമ്മുടെ നിലവിൽ കാണാം. ആനപ്പുറത്ത് കയറ്റാം. നമ്മളൊക്കെ തൃശ്ശൂർ, പാലക്കാട് ചില ഭാഗങ്ങൾ, ഭൂരിഭാഗത്തിലെ കുറേ ഭാഗങ്ങളിലൊക്കെ ഉള്ള പൂരം എഴുന്നള്ളിപ്പ്. പൂരം നാളിൽ ആന പൂരം എന്നുള്ളതുകൊണ്ട് അതിന് പൂരം എന്ന് പേര് വന്നു. ഇത് വേറെ ഒന്നുമില്ല, പൂരം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളൊന്നുമില്ല. പൂരം നാളിലാണ് അത് പ്രധാനമായിട്ട് നടക്കുന്നതാണ് പൂരം. അപ്പം അതില് ആനപ്പുറത്ത് അവിടെ അമ്പലത്തിനകത്ത് ശ്രീകോവിലം പൂജിക്കുന്ന തേവാരമൂർത്തിയുണ്ട്, ഉത്സവമൂർത്തിയുണ്ട്. അപ്പോൾ ഉത്സവമൂർത്തിയെ എടുത്താണ്ടാണ് ആനപ്പുറത്ത് വയ്ക്കും. നമുക്ക് ഇവിടെ നമുക്ക് മച്ചാട് മാമാങ്കം പോലെയുള്ള സ്ഥലങ്ങളിൽ കുതിര പേരെയാണ്, കെട്ടുകാഴ്ചയാണ്, കെട്ടുകുതിരകളാണ്. കുതിരയുണ്ട് അവിടെ. ഈ ആനപ്പുറത്ത് വയ്ക്കും. ആനപ്പുറത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആനപ്പുറത്ത് വരുന്ന സമ്പ്രദായമുണ്ട്, കുതിരപ്പുറത്ത് വരും. ഇപ്പൊ തെക്കോട്ട് പോയാൽ ആനയും കുതിരയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ ജീവദാനം എന്ന് പരിപാടി. നമ്മുടെ നാട്ടിൽ കാളകളെയൊക്കെ കളിക്കും, പറയലുകളൊക്കെ. അപ്പൊ രണ്ട് തണ്ടിലപ്പുറത്ത് കാളവണ്ടി ചാടി കളിക്കുന്നവരുണ്ട്. അത് കണ്ടോന്നില്ല. അപ്പൊ അതുപോലെ രണ്ടുപേര് തണ്ടില് ഭഗവാന്റെ ദേവിയുടെ ആ ഇതിനെ ആവാഹിച്ചുകൊണ്ട് വെച്ച് അത് എടുത്തുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ജീവിതം എഴുതിച്ച് വരികയാണ്. ജീവിതം എഴുതിച്ച് ഒരു തിടമ്പ് നൃത്തം പോലൊരു സംഭവമുണ്ട്. തിടമ്പ് ആന തിടമ്പ് നൃത്തം ഇതെടുത്ത് ചാടി കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ പറയുകയാണ്. അതിന്റെ കൂടെ ചെയ്യുന്നതാണ് നൃത്ത, ഗീത, വാദ്യം. ഇപ്പൊ നമ്മുടെ പൂരത്തിന് ഉപയോഗിക്കുന്നതായ മേളം, ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയൊക്കെ വാദ്യഘോഷങ്ങളാണ്. പിന്നെ ആനപ്പുറത്ത് ഇരുന്നിട്ട് കൊട പിടിക്കും, ഛത്രം, കൊട പിടിക്കും, ചാമരം, വെൺചാമരം വീശല്, വ്യജനം എന്ന് പറഞ്ഞാൽ ആലവട്ടം, വിശറിയാണ് ആലവട്ടം. ഇതൊക്കെ പൂജാ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കഷ്ടകാലത്താണ് നല്ല കാലം അറിയില്ല. അപ്പൊ അത് മാത്രമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയി. അതാണ് സംഭവം എന്ന് വിചാരിച്ചു പോയി. അതൊരു സംഭവം തന്നെയാണ്. ഭഗവാന്റെ എങ്ങനെയാണോ ഇതൊക്കെ രാജാക്കന്മാർക്ക് ഉപയോഗിച്ചിരുന്നത്. യുദ്ധകാലത്തൊക്കെയാണ് യുദ്ധത്തിന് പോകുമ്പോൾ ആനകളുടെ പടച്ചട്ടയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന നെറ്റിപ്പട്ടം. അമ്പൊക്കെ കൊണ്ടാണ് അങ്ങനെ മസ്തകത്തിൽ തറയ്ക്കാതിരിക്കാനുള്ള സാധനങ്ങളാണ്. ഇപ്പൊ അതിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊക്കെ അത് ഓരോ കുമ്പളക്കും ഓരോ സ്ഥാനമൊക്കെ ഓരോരുത്തർ കൽപ്പിച്ചിട്ടാണ്. ദേവന്മാരുടെ ഓരോ സാധനങ്ങൾ, ഈശ്വരന്മാർ പലരും സങ്കല്പിച്ചിട്ടാണ്. തത്വത്തിൽ ഞാൻ ഓർക്കണില്ല. അതിൽ ഓരോ കുമ്പളകളും ഓരോ. അപ്പൊ അതിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പടച്ചട്ടയാണ്. യുദ്ധത്തിന് പോകുന്ന ആനയ്ക്ക് നേരത്തെ നേരം അമ്പ് വന്ന് നേരെ തറച്ച ആന ചത്തു വീഴാതെയുള്ള പടച്ചട്ടയാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ച സാധനങ്ങൾ വാദ്യഘോഷങ്ങളൊക്കെ അന്ന് കാലത്ത് ഉപയോഗിക്കുന്ന പെരുമ്പറകൾ. ആ പെരുമ്പറകളുടെ ചെറിയ രൂപമാണ് നമ്മൾ കാണുന്ന ചെണ്ടയും ഒക്കെ. അപ്പൊ ആ ഭഗവാനെ പറഞ്ഞ രാജാക്കന്മാർക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ ഗംഭീരമായി എഴുന്നള്ളിച്ചോളം നടത്തുമോ അതുപോലെ എഴുന്നള്ളിപ്പുകൾ എനിക്ക് വേണം. ഉത്സവ ആഘോഷങ്ങൾ വേണം. ഉത്സവമാണ് ഉത്സവം എന്നുള്ള വാക്കിനർത്ഥം. ഒരു വർഷക്കാലം ക്ഷേത്രത്തില് ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ പൂജിച്ചതിന്റെ ചൈതന്യത്തെ നാടിലേക്ക്, ദേശത്ത് മുഴുവൻ എത്തിക്കുക എന്നതാണ് ഉത്സവം എന്നുള്ള വാക്കിനർത്ഥം. അപ്പൊ അന്ന് ഉത്സവം തന്നെ രണ്ട് മൂന്ന് തരം ഉത്സവമുണ്ട്. ധ്വജാദി ഉത്സവം, അങ്കുരാദി ഉത്സവം, പടഹാദി ഉത്സവം എന്നൊക്കെ ഉണ്ട്.
ഇതൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവും. പക്ഷെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയില്ലാത്ത സംഭവമാണ്. കൊടി കയറിയുള്ള ഉത്സവത്തിലാണ് ധ്വജാതി ഉത്സവത്തിൽ. അപ്പോൾ കൊടിയിലേക്കാണ് ആ ചൈതന്യത്തെ പ്രവേശിക്കുന്നത്, ആവാഹിച്ച് പ്രവേശിക്കുന്നത്. ആ കൊടിയാണ് അല്ലാതെ ഏതെങ്കിലും ടൈലറൊക്കെ കോണം പോലത്തെ വാല് പോലത്തെ സാധനമല്ല മുളക് കയറ്റുന്നത്. നമുക്കിതൊന്നും വലിയ ധാരണയില്ലാത്ത കാരണം എന്താണെന്ന് അറിയില്ല. ആ ചൈതന്യത്തെയാണ് അതിലേക്ക്. അപ്പൊ അതിനെ വലിയ കൊടിയാണ്, പറന്ന് കളിക്കണം. ആ ദേശം മുഴുവൻ ആ ചൈതന്യം എത്താം. അതിന് വേണ്ടിയാണ് വലിയ കൊടിയെ ആക്കുന്നത്. ഇങ്ങനെ നീളമുണ്ട്. അത് ആ സമയത്ത് നല്ല വീണ്ടും തുണി മാറ്റുന്നുണ്ട്, പൊക്കി വെക്കലല്ല. അപ്പൊ അതാണ് ധ്വജാതി ഉത്സവം. ഇനി അങ്കുരാതി ഉത്സവമുണ്ട്. നവധാന്യങ്ങൾ മുളപ്പിച്ച് അവയ്ക്ക് പൂജ നടത്തി ചെയ്യുന്ന അങ്കുരാതി ഉത്സവങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തെയും എല്ലാ ദിവസവും അങ്ങനെയല്ല. പടഹാദി മേളങ്ങൾ. ഈ പൂരത്തില് അങ്കുരാതി ഉത്സവങ്ങളുണ്ടോന്ന് അറിയില്ല. ധ്വജാതിയും പടഹാദിയും നമുക്ക് കാണാം. പിന്നെ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് വേറെ തന്നെ സമയം ഉണ്ടായിരിക്കും. ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ള എഴുന്നള്ളത്തുകള്, ഘോഷയാത്രകൾ. നമ്മൾ തെക്കോട്ടൊക്കെ പോയാല് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത്രയും താലപ്പൊലികൾ. ഈ താലപ്പൊലി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ താലപ്പൊലിയൊക്കെ നിന്നുപോയി. ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിലൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കൂട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് താലപ്പൊലി എടുക്കുന്ന സംഭവം എപ്പോഴും. നമ്മൾ തെക്കോട്ട് പോകാണെങ്കിൽ, തെക്കൻ ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ താലപ്പൊലിക്ക് മാത്രമല്ല, അവിടെ ആന എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ താലപ്പൊലികൾ എന്താ പറയുക, ഓരോ കരക്കാരുടെ താലപ്പൊലി, ഓരോ വീട്ടിൽ നിന്നും താലപ്പൊലി. ഒരു 500, 600, 700 ആൾക്കാരൊക്കെ താല എടുത്തിട്ടാണ്. സ്ത്രീകളും പിന്നെ അവരുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട്. സാധാരണ സ്ത്രീകളൊക്കെ ആരെടുക്കാം. ഈ ദേവിക്കാണ് നമ്മൾ ഇവിടെ കാണുന്ന പൂരാഘോഷങ്ങളുണ്ട്. ശിവനോ വിഷ്ണുവിനൊന്നുമില്ല. ഇപ്പൊ നമ്മൾ തിരുവമ്പാടി ഭഗവതിക്കും പാറമേക്കാവ് ഭഗവതിക്കാണ് പൂരം. തിരുവമ്പാടി കൃഷ്ണൻ എന്നല്ല. ഇപ്പൊ തൃശ്ശൂർക്കാർക്ക് ചോദിച്ചാൽ പോലും വലിയ ധാരണ ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച്. പിന്നെ ആ കരയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ധാരണ ഉണ്ടാവില്ല. ഭഗവതിക്കാണ് പൂരം. മറ്റുള്ളവർക്ക് ശരിക്കും ഭഗവാൻ പറഞ്ഞ ഉത്സവങ്ങളാണ്. ഇത്ര ദിവസത്തെ ഉത്സവം, 10 ദിവസത്തെ ഉത്സവം. അത് ചിലപ്പോൾ അങ്കുരാതി ഉത്സവമാണ്, ധ്വജാതി ഉത്സവമാണ്, പടഹാദിയായിരിക്കാം. എന്തായാലും ശരി, ആ ഒരു വർഷം ചെയ്ത ചൈതന്യത്തെ ദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കണം.